ചരിത്രപാഠം എപ്പിസോഡ് 13 കോൺസ്റ്റന്റൈനും മിലാൻ വിളംബരവും. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിമാരിൽ ഒരാളാണ് കോൺസ്റ്റന്റൈൻ. റോമ ബൈസന്റൈൻ സാമ്രാജ്യങ്ങളുടെ ചരിത്രത്തിലെയും ക്രിസ്തുമതത്തിൻ്റെ ചരിത്രത്തിലെയും ഏറ്റവും പ്രധാന ചക്രവർത്തിയായി കോൺസ്റ്റന്റൈനെ കണക്കാക്കാം. കോൺസ്റ്റാൻസിയൂസ് ഹെലേന ദമ്പതികളിൽ നിന്നും ക്രിസ്തുവർഷം 285 ഇപ്പോഴത്തെ സ്ലൊവാക്യയിലെ നൈസൂസ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. റോമൻ ചക്രവർത്തിയായിരുന്ന ഡയക്ലീഷ്യൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന കാലത്ത് പടിഞ്ഞാറേ റോമാ സാമ്രാജ്യത്തിലെ അദ്ദേഹത്തിൻ്റെ സഹചക്രവർത്തിയായിരുന്നു കോൺസ്റ്റന്റൈൻ്റെ പിതാവായ കോൺസ്റ്റാൻസിയൂസ്. ക്രിസ്ത്യാനികളെ ദാരുണമായി പീഡിപ്പിക്കുന്ന ഡയക്ലീഷ്യൻ്റെ ചെയ്തികളെ കോൺസ്റ്റാൻസിയൂസ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ ക്രിസ്തുമതത്തോട് കോൺസ്റ്റാൻസിയൂസിന് ഉണ്ടായിരുന്ന ചെറിയ ആഭിമുഖ്യം കോൺസ്റ്റന്റൈന് ക്രിസ്തുമതത്തോടുള്ള താല്പര്യം ചെറുപ്പത്തിലെ ജനിക്കുവാൻ കാരണമായി. അദ്ദേഹത്തിൻ്റെ അമ്മ ഹെലേന തികഞ്ഞ ഭക്തിയുമായിരുന്നു. കോൺസ്റ്റാൻസിയൂസ് പിന്നീട് തെയഡോറയെ വിവാഹം ചെയ്തതിനാൽ ഹെലേനയെ സംരക്ഷിച്ചത് കോൺസ്റ്റന്റൈൻ ആണ്. കോൺസ്റ്റന്റൈനും മാതാവായ ഹെലേന രാജ്ഞിയും ആണ് റോമാ സാമ്രാജ്യത്തെ ക്രിസ്തീയമാക്കി തീർത്തതിലെ മുൻനിരക്കാർ. ഇറ്റലിയുടെയും ആഫ്രിക്കയുടെയും അധികാരിയായിരുന്ന മക്സിൻസിയൂസിന് എതിരെ 312 നടത്തിയ യുദ്ധമാണ് കോൺസ്റ്റന്റൈൻ്റെ മാനസാന്തരത്തിന് കാരണമായത്. റോമൻ ചരിത്രകാരനായ ലക്ടാൻസിയൂസ് ഈ സംഭവങ്ങൾ കൃത്യമായി വിവരിക്കുന്നുണ്ട്. മക്സിൻസിയൂസിന് എതിരെയുള്ള യുദ്ധത്തിന് ഒരുങ്ങുന്ന സമയത്ത് കോൺസ്റ്റന്റൈന് കുരിശിൻ്റെ ചിഹ്നത്തിൽ യുദ്ധം ചെയ്യാൻ ദർശനമുണ്ടായി. അതിൻ പ്രകാരം പട്ടാളക്കാരുടെ വസ്ത്രത്തിൽ കുരിശിൻ്റെ ചിഹ്നം തുന്നിച്ചേർത്തു. ആ യുദ്ധത്തിൽ കോൺസ്റ്റന്റൈൻ വിജയം വരിച്ചു. 312 ഒക്ടോബർ 28 ആയിരുന്നു ഈ വിജയം. ക്രിസ്ത്യാനികളുടെ ചിഹ്നമായ കുരിശാണ് തന്നെയും രക്ഷിച്ചത് എന്നായിരുന്നു കോൺസ്റ്റന്റൈൻ്റെ വിശ്വാസം. ആ സംഭവം മുതൽ അദ്ദേഹത്തിന് ക്രിസ്തുമതത്തോട് കൂടുതൽ താല്പര്യം ആയി. 313 മിലാൻ വിളംബരത്തിലൂടെ അദ്ദേഹം ക്രിസ്തുമതത്തിന് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാൻ തുടങ്ങി. മതപീഡന കാലത്ത് പിടിച്ചെടുത്ത സഭയുടെ സ്വത്തുക്കൾ തിരികെ നൽകി. മതപരമായ കാര്യങ്ങളിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. അതിലുപരിയായി 2.5 നൂറ്റാണ്ടുകൾ നീണ്ട മതമർദ്ദനങ്ങൾ നിയമവിരുദ്ധമാക്കി. തുടർന്നുള്ള വർഷങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ സഭയ്ക്ക് നൽകി. ഞായറാഴ്ച അവധി ദിവസമായി പ്രഖ്യാപിച്ചു. സഭയുടെ സ്വത്ത് കരമൊഴിവാക്കി. മെത്രാന്മാർക്ക് ഗവർണർമാരുടെ അധികാരം നൽകി. ക്രിസ്ത്യാനികളുടെ കേസുകൾ രൂപതാ കോടതികൾക്ക് നൽകി. കുരിശുമരണം നിരോധിച്ചു. ക്രിസ്തീയ ധാർമ്മികത സാമൂഹിക ധാർമ്മികതയായി പ്രഖ്യാപിച്ചു. കോൺസ്റ്റന്റൈൻ ഒരു ക്രിസ്ത്യാനിയെപ്പോലെ ജീവിക്കാൻ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് ക്രിസ്തീയ വിദ്യാഭ്യാസം നൽകി. അദ്ദേഹം റോമിൽ പല ബസലിക്കകൾ നിർമ്മിച്ചു. വിശുദ്ധ നാട്ടിലെ ബസലിക്കകളുടെ നിർമ്മാണ ചുമതല ഹെലേനയെ ഏൽപ്പിച്ചു. പഴയ റോമൻ വിജാതീയ വിനോദങ്ങളിലൊന്നും അദ്ദേഹം പങ്കെടുത്തില്ല. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ 313 മിലാൻ വിളംബരമാണ് ക്രിസ്ത്യാനികൾക്ക് ഭൗതികവും മതപരവുമായ വളർച്ചയ്ക്ക് പ്രധാന കാരണം എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു.